So Atomberg എന്ന ബ്രാൻഡ് അവരുടെ സ്റ്റുഡിയോ സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന സീലിംഗ് ഫാൻ നമുക്ക് അയച്ചു തന്നിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു ഫാൻ അറൌണ്ട് ഒരു 1 വീക്ക് ആയിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, എൻ്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ് ഇന്നത്തെ ഈ വീഡിയോ കൂടെ കാണാൻ പോകുന്നത്. എങ്ങനെയാണ് ഇത് മെയിൻ്റെനൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സെറ്റപ്പ് കാണാനൊക്കെ ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്തിരുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ അറൌണ്ട് ഒരു 1 വീക്ക് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ എക്സ്പീരിയൻസ് ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരുപാടധികം സ്മാർട്ട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഫാനാണിത്. സോ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഡീറ്റെയിൽസ് ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ഇതിന്റെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സ് കണ്ടൻസ് നോക്കുകയാണെങ്കിൽ മോട്ടർ കൊടുത്തിട്ടുണ്ട്, ബ്ലേഡ്സ് കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം ഇതിന് ഫിറ്റ് ചെയ്യാനുള്ള സ്പെയർ പാർട്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ സ്പെയർ പാർട്സിന്റെ നെയിംസ് ഒക്കെ കംപ്ലീറ്റ്ലി ഈ ഒരു മാനുവൽ ഇൻസ്ട്രക്ഷൻ കാർഡ് കൊടുത്തിട്ടുണ്ട്. മാനുവൽ ഇൻസ്ട്രക്ഷൻ കാർഡും ഈ ഒരു ബോക്സിന്റെ ഒപ്പം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റിമോട്ട് ആൻഡ് ഫൈനലി 2 ബാറ്ററീസും കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം തന്നെ എടുത്ത് വരേണ്ട ഫീച്ചർ ആണ് 5 സ്റ്റാർ റേറ്റിംഗോട് കൂടി വന്നിട്ടുള്ള BLDC ഫാൻ ആണ് ഇത്, അല്ലെങ്കിൽ BLDC മോട്ടർ ആണ് ഈ ഫാൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആനുവൽ ഇലക്ട്രിസിറ്റി ബില്ലിൽ നിന്നും 65% കുറഞ്ഞായിരിക്കും. നോർമൽ നമ്മുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഫാനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആറ്റംബർഗിന്റെ സ്റ്റുഡിയോ സ്മാർട്ട് പ്ലസ് എന്ന് പറഞ്ഞ ഈ ഒരു ഫാൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 65% ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് കുറക്കാൻ പറ്റും. അത് വലിയൊരു സംഭവം തന്നെയാണ്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് 5 സ്റ്റാർ റേറ്റിംഗോട് കൂടിയാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ നോർമൽ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഫാൻ നോക്കുകയാണെങ്കിൽ തന്നെ 1 to 3 സ്റ്റാർസ് ആണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ബില്ല് കൂടുതൽ പിടിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു ഫാൻ നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗോട് കൂടി വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ BLDC ടെക്നോളജി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് എടുത്ത് പറയേണ്ട ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാനിന്റെ കൺസിസ്റ്റൻസി ആണ്. അത് നമ്മുടെ വീട്ടിൽ ലോ വോൾട്ടേജ് ആണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ഫാനിന്റെ സ്പീഡ് കൺസിസ്റ്റന്റ് ആയിരിക്കും. ഏതൊരു ടൈമിലാണെങ്കിലും ഇപ്പം നമ്മൾ 5 സ്പീഡ് മോഡാണ് ഈ ഒരു ഫാനിൽ വന്നിരിക്കുന്നത്. സോ 5 സ്പീഡ് മോഡാണെങ്കിൽ നമ്മൾ 5ലാണ് ഇട്ട് വെക്കുന്നതെങ്കിൽ ആ ലോ വോൾട്ടേജിലാണെങ്കിൽ പോലും ആ ഒരു സ്പീഡ് കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഈ ഫാനിന് ടെക്നോളജി കൊടുത്തിട്ടുണ്ട്. അത് നല്ല എടുത്തു പറയേണ്ട ഫീച്ചർ തന്നെയാണ്. ഇപ്പം ലോ വോൾട്ടേജ് ഒക്കെ ചില സമയത്ത് വരാറുണ്ട്, രാത്രിയിലൊക്കെ പെട്ടെന്ന് ലോ വോൾട്ടേജ് ആവാറുണ്ട്, അല്ലെങ്കിൽ പകൽ സമയത്തും ലോ വോൾട്ടേജ് ആവാറുണ്ട്. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഫാനിന് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്പീഡ് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ടെക്നോളജി ഈ ഒരു ഫാനിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. നെക്സ്റ്റ്, ഈ ഒരു ഫാൻ നിങ്ങളുടെ വീട്ടിൽ ഇൻവെർട്ടർ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, അതായത് പെട്ടെന്ന് നമ്മുടെ വീട്ടിലെ കറണ്ട് പോയി എന്ന് വിചാരിക്കാം, ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇൻവെർട്ടറിലോട്ട് സ്വിച്ച് ആവും. അപ്പം നമ്മുടെ ഫാൻ ഇൻവെർട്ടറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ 3x ലോങ്കർ ലൈഫ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതായത് 3 ഇരട്ടി ലോങ്കർ ലൈഫ് നമുക്ക് ഈ ഒരു ഫാനിൽ കിട്ടും. സോ കൂടുതൽ ഫാൻ വർക്ക് ചെയ്യും, അങ്ങനെ കൂടുതൽ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി പിടിക്കുന്നില്ല. സോ ആ ഒരു BLDC ടെക്നോളജിന്റെ ഫീച്ചർ ആണിത്, അതിന്റെ ഒരു ഗുണമാണ്. സോ അത് നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ 3x ലോങ്കർ ലൈഫ് നമുക്ക് ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫാനിൽ നിന്ന് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഇതിൽ കൊടുത്തിരിക്കുന്ന ചില സ്മാർട്ട് ഫീച്ചേഴ്സ് നോക്കാം. ഈ ഒരു ഫാൻ കംപ്ലീറ്റ്ലി റിമോട്ട് കൺട്രോളബിൾ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതായത് ഇതിന് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ആറ്റംബർഗിന്റെ ഹോം ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ്. ഞാൻ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ സ്പീഡ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റ് ഇൻഡിക്കേഷൻസ് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന വോയിസ് കമാൻഡ് വഴി നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് ഫാൻ ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ വോയിസ് കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഫാൻ ഓഫ് ആവുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഗൂഗിൾ അസിസ്റ്റന്റ് വെച്ച് കൺട്രോൾ ചെയ്യാനും പറ്റും. അലക്സയുടെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ വീട്ടിൽ അലക്സ അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് ഗൂഗിൾ അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റും. അലക്സ ഉണ്ടെങ്കിൽ അലക്സ വെച്ച് കൺട്രോൾ ചെയ്യാനും പറ്റും. സോ ഞാൻ ഗൂഗിൾ അസിസ്റ്റന്റ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു, വളരെ നല്ല സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ട്. ഓൺ ഓഫ് ചെയ്യേണ്ടത് നല്ല ക്വിക്കായിട്ടും സ്പീഡായിട്ടും നടക്കുന്നുണ്ട്. സോ വൈഫൈ കണക്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക. അതോടൊപ്പം തന്നെ ആറ്റംബർഗിന്റെ ഹോം ആപ്പ് ബൈ ബ്ലൂടൂത്ത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ പെർഫോമൻസ് അനാലിസിക്സും ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ നോക്കാൻ പറ്റുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ എടുത്ത് വരേണ്ടതായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഴയ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു ഫാൻ കംപ്ലീറ്റ്ലി മെയിൻറ്റെയിൻസ് ചെയ്തെടുക്കണം, കംപ്ലീറ്റ്ലി സെറ്റപ്പ് ചെയ്ത് ഫിറ്റ് ചെയ്തെടുക്കണം. സോ ഇത് ഞാൻ തന്നെയാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. വേറെ ടെക്നീഷ്യനെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ സൂക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഇതിൽ കൊടുത്തിരിക്കുന്ന യൂസർ ഇൻസ്ട്രക്ഷൻ വഴി നമുക്ക് കംപ്ലീറ്റ്ലി ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാലും ഞാനിവിടെ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന്. ആദ്യം നമ്മുടെ BLDC മോട്ടർ എടുക്കുക, അല്ലെങ്കിൽ ഈ ഫാനിന്റെ മെയിൻ മോട്ടർ എടുക്കുക. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്യേണ്ടത് ഇതിന്റെ ബ്ലേഡ്സ് ആണ്. ഈ ബ്ലേഡ്സ് ഫിറ്റ് ചെയ്യാനുള്ള 6 സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓരോ സ്പേസിൽ വെച്ചിട്ട് 2 സ്ക്രൂസ് കൊടുത്തിട്ടുണ്ട്. സോ 3 സ്പേസിലായിട്ട് ടോട്ടലി 6 സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ 6 സ്ക്രൂസ് ആദ്യം അയച്ചെടുക്കുക, കംപ്ലീറ്റ്ലി അയച്ചെടുക്കുക. ആൻഡ് അതിനൊരു സ്റ്റിക്കർ ഒന്ന് സംഭവം കാണാൻ പറ്റും, അതൊരിക്കലും എടുത്ത് വെക്കരുത്. കാരണം അത് ആ ഒരു ഫാനിന്റെ ബ്ലേഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ്, സ്ക്രാച്ചിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ്. കുറച്ചും കൂടി ഫിറ്റ് ആയിട്ട് ഇരുന്നോളും. എന്നിട്ട് നമ്മുടെ 3 ബ്ലേഡ്സും കൊടുക്കുക.
നോക്കുക 1200 mm സൈസ് വരുന്ന 3 ബ്ലേഡ്സ് ആണ് ഈ ഒരു ഫാനിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ കളേഴ്സ് നോക്കുകയാണെങ്കിൽ മാർബിൾ വൈറ്റ് ആൻഡ് എർത്ത് ബ്രൗൺ എന്ന രീതിയിലുള്ള 2 കളർ വേരിയൻസ് ആണ് വരുന്നത്. എന്റെ കയ്യിലിരിക്കുന്നത് മാർബിൾ വൈറ്റ് ആണ്. സോ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ, നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ സെന്ററായിട്ട്, ഈ മോട്ടറിന്റെ സെന്ററിലായിട്ട് നമുക്ക് ആ ഒരു ബ്ലാക്ക് ഇൻഡിക്കേഷൻസ് കാണാൻ പറ്റും. ഇതിന്റെ അകത്താണ് ഇൻഡിക്കേഷൻ ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ ആ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് വഴി നമുക്ക് സ്പീഡ്സ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഓരോ ഇൻഡിക്കേഷൻ ലൈറ്റ് 5 സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 5 ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തും. സോ നമുക്ക് അറിയാൻ പറ്റും എത്ര സ്പീഡിലാണ് ഈ ഫാനിൽ ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു ബ്ലേഡ്സ് എന്ന് പറയുന്നത് ഇത്തിരി ഷൈനിങ് എഫക്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി മാറ്റ് ഫിനിഷ് ആൻഡ് ഷൈനിങ് എഫക്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും മാറ്റ് ഫിനിഷ് ആണ്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ബ്ലേഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കയ്യിലെടുക്കുന്ന സമയത്ത് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മോട്ടറും അതുപോലെ തന്നെയാണ്, ആ ഒരു ബിൽഡ് ക്വാളിറ്റി നല്ല രീതിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. സോ എന്നിട്ട് നമ്മൾ ആ ഒരു സ്ക്രൂസ് കംപ്ലീറ്റ്ലി ടൈറ്റ് ചെയ്യാൻ, നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെക്കുക. ഒരിക്കലും ലൂസ് ആവരുത്. സോ ടൈറ്റ് ആയി എന്ന് കംപ്ലീറ്റ്ലി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള നെക്സ്റ്റ് പണിയിലൂടെ നമ്മൾ പോകാൻ പാടുള്ളൂ. സോ ഞാൻ ഇവിടെ കംപ്ലീറ്റ്ലി ടൈറ്റ് ചെയ്തിട്ടുണ്ട്, നല്ലോണം ഫിറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കംപ്ലീറ്റ്ലി ടൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓക്കെ ആക്കുക. നെക്സ്റ്റ്, ഈ ഒരു ഫാൻ ഓപ്പറേറ്റ് ചെയ്യാനുള്ള 2 വയേഴ്സ് ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വയേഴ്സ്. ഈ നെഗറ്റീവ് വയേഴ്സ് ഓൾറെഡി അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ മെയിൻ സീലിംഗിലുള്ള വയറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് 2 വയേഴ്സ് എക്സ്ട്രാ ആഡ് ചെയ്യാനായിട്ടുണ്ട്. അതായത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വയേഴ്സ് കണക്ട് ചെയ്യാനായിട്ടുണ്ട്. അതിനവരുടെ താഴെ ഭാഗത്തായിട്ട് സ്ക്രൂസ് ലൂസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ലെങ്ത് രീതിയിൽ നമുക്ക് ആ ഒരു വയർ കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ റെഡ് ആൻഡ് ഗ്രീൻ വയേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് ആൻഡ് ബ്ലാക്ക് എടുക്കുക. റെഡ് എന്തായാലും കൺഫേം ചെയ്തെടുക്കുക. സോ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എടുക്കുക. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഫിറ്റ് ചെയ്യാവൂ. സോ അവിടെ സ്ക്രൂസ് കാണാൻ പറ്റും. ആ സ്ക്രൂസ് ചെറുതായിട്ട് ലൂസ് ചെയ്യുക. എന്നിട്ട് ഈ വയർസ് അതിന്റെ കയറ്റിയതിന് ശേഷം ആ സ്ക്രൂസ് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വയർസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഡൗൺ റോഡ് എടുക്കുക. ഈ ഡൗൺ റോഡിന്റെ അകത്തോട്ട് ഈ വയർസ് കയറ്റി എടുക്കുക. ചെറിയ ഹോൾസ് ഉണ്ട് 2 സൈഡിലായിട്ട്. ആ 2 സൈഡിലും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വയർസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഉള്ളോട്ട് അകത്തോട്ട് കയറ്റി വിടുക. എന്നിട്ട് നമ്മുടെ മേലെ ഭാഗത്തുള്ള ഡൗൺ റോഡിന്റെ മേലെ ഭാഗത്ത് ചെറിയൊരു ഹോൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അകത്ത് കൂടി എടുക്കുക. സോ നമുക്ക് എടുക്കാൻ പറ്റും, അത് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. കുറച്ചുകൂടി ഐഡിയ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. ആദ്യം എടുക്കുന്ന സമയത്ത് ഇത്തിരി പറ്റിയെന്ന് വരത്തില്ല. സോ 2 വയസ്സും ഒന്നിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എടുക്കാൻ വളരെ സിമ്പിൾ ആണ്. സോ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഡൗൺ റോഡിന്റെ അകത്തോട്ട് കയറ്റി വിട്ടതിന് ശേഷം എടുക്കുക. എന്നിട്ട് ഡൗൺ റോഡിന്റെ താഴെ ഭാഗത്ത് നമ്മൾ സ്ക്രൂസ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബോൾട്ട്സ് ആൻഡ് നട്ട്സ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി ഓക്കെ ആണെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പാടുള്ളൂ. സോ റോഡ് കംപ്ലീറ്റ്ലി ടൈറ്റ് ചെയ്ത് വെക്കുക, നല്ലോണം ഫിറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിലോട്ട് നമ്മൾ കോണോപ്പി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, ഒരു പ്ലാസ്റ്റിക് ഒബ്ജക്ട് ഉണ്ട്. അത് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. സോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോണോപ്പി ഉണ്ട്. അത് രണ്ടും നമ്മൾ കറക്റ്റ്ലി ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അത് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള സ്ക്രൂസ് ഇതിൽ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്രൂസ് വഴി നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സ്ക്രൂസ് ഓക്കെ ആണോ എന്നൊക്കെ കംപ്ലീറ്റ്ലി നോക്കിയതിന് ശേഷം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഈ റോഡ് കോണോപ്പി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് വരാൻ പോകുന്നത് കോണോപ്പി പ്ലേറ്റ് കൂടിയാണ്. അതായത് നമ്മുടെ സീലിംഗിലോട്ട് കറക്റ്റ്ലി കവർ ചെയ്ത് വെക്കാൻ വേണ്ടി, ആ ഒരു ഡിസൈനിങ് കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, എവിടെയും ഫ്ലോപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്കൊരു കോണോപ്പി പ്ലേറ്റും കൂടി കാണാൻ പറ്റും. അത് അതിന്റെ മേലെ കൂടി സെറ്റ് ചെയ്ത് വെക്കുക. സോ അവിടെ ഫിറ്റ് ആയിട്ടിരുന്നു, യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസും വരാൻ പോകുന്നില്ല. സോ ഈ ഒരു ഫാൻ്റെ കംപ്ലീറ്റ് ഏകദേശം മെയിൻ്റനൻസ് കഴിഞ്ഞു. അതായത് നമ്മൾ ഇനി സീലിംഗിലാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം സീലിംഗ് നിന്ന് വരുന്ന വയർസ് ഒക്കെ കറക്റ്റ് ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഓഫ് ചെയ്ത്, അതായത് വീട്ടിലെല്ലാം മെയിൻ്റനൻസ് ഓഫ് ചെയ്ത് വേണം ഈ ഒരു വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഫാൻ്റെ വർക്ക് ഓക്കെയാണ്, പക്ഷേ വീട്ടിലുള്ള ആ ഒരു വയേഴ്സിൻ്റെ മെയിൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വയേഴ്സിൽ കറണ്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഞാനിവിടെ കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ സീലിംഗിൽ ഫിറ്റ് ചെയ്യാനായിട്ട് ഷെയ്ക്കൽ കിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിന്റെ ബോക്സിന്റെ ഒപ്പം തന്നെ ഷെയ്ക്കൽ കിറ്റ് എന്ന് പറയുന്ന സാധനം കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ഫിറ്റ് ചെയ്യുക. അത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഷെയ്ക്കൽ കിറ്റ് ആണെന്ന്. അത് നമ്മുടെ സീലിംഗുമായിട്ട് ജോയിന്റ് ചെയ്തിട്ട് കറക്റ്റ്ലി ഫിറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ടൈറ്റ് ചെയ്യുക. അതിന്റെ ഹുക്സ് ഒക്കെ കംപ്ലീറ്റ്ലി ഓക്കെ ആണോ എല്ലാം കംപ്ലീറ്റ് ചെക്ക് ചെയ്തതിനു ശേഷം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫാനിന്റെ ആ ഒരു റോഡിലോട്ട് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുക. ആ റോഡ് ഉണ്ടല്ലോ നേരത്തെ എടുത്ത ആ റോഡിലോട്ട് ഇത് സ്ക്രൂസ് ചെയ്ത് വീണ്ടും സ്ക്രൂസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതിൽ കൊടുത്തിരിക്കുന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വയേഴ്സ് ഇതിൽ ജോയിന്റ് ചെയ്ത് കൊടുക്കുക. ജോയിന്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഏകദേശം സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ മെയിൻ്റനൻസ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് ഇതിന്റെ സ്വിച്ച് ഇടാനായിട്ട്, സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് ഓൺ ആവും, ഓട്ടോമാറ്റിക് തന്നെ ഓൺ ആവുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇത് റിമോട്ടിൽ ആക്സ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഗുലേറ്റർ വഴിയും ആക്സ് ചെയ്യാൻ പറ്റും. പക്ഷേ അറ്റ് എ ടൈമിൽ ഒരിക്കലും റിമോട്ടിലും അതോടൊപ്പം തന്നെ റെഗുലേറ്ററും വഴി ആക്സ് ചെയ്യാതിരിക്കുക. അതോടൊപ്പം തന്നെ സേഫ്റ്റിക്ക് വേണ്ടി സേഫ്റ്റി വയേഴ്സും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് സേഫ്റ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിമോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ പവർ ബട്ടൺ എന്ന് പറയുന്നത്. സൈഡിലായിട്ട് റെഡ് കളറിൽ കാണുന്നതാണ് പവർ ബട്ടൺ എന്ന് പറയുന്നത്. സോ ഇത് വെച്ച് നിങ്ങൾക്ക് ആക്സ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ
ഫാൻ ഈ ഫാനിൻ്റെ റിമോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് 2 ബാറ്ററീസ് ഇടാൻ പറ്റും, അതായത് AA ബാറ്ററീസ് ആണ് ഇടുന്നത്. സോ നമുക്ക് ഇതിൽ സ്പീഡ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ബൂസ്റ്റ് മോഡിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു B എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ മാക്സിമം സ്പീഡിലോട്ട് സ്വിച്ച് ആവുന്നതായിരിക്കും. അതായത് ഈ ഫാനിൻ്റെ മാക്സിമം സ്പീഡിലോട്ട് സ്വിച്ച് ആവുന്നതായിരിക്കും. നല്ല രീതിക്ക് തന്നെ കാറ്റ് കൊള്ളാൻ പറ്റുന്നുണ്ട്. അതായത് നല്ല രീതിക്ക് തന്നെ അത് വർക്ക് ചെയ്യുന്നത്, നല്ല രീതിക്ക് ഇൻറ്റർഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫീച്ചർ. സോ നമ്മൾ 5 സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാലും അതിനേക്കാളും ഫീച്ചർ ബൂസ്റ്റ് മോഡിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ആറ്റംബർഗിൻ്റെ ഹോം ആപ്പ് വഴിയും ഓൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് മാത്രമല്ല, റിമോട്ടിൽ മാത്രമല്ല, ഹോം ആപ്പ് വഴിയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ താഴെ 3 ബട്ടൺസ് കാണാൻ പറ്റും. ഇതിൽ ടൈമർ കൊടുത്തിട്ടുണ്ട്. ടൈമർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഫാൻ വർക്ക് ചെയ്യും. അതിപ്പം രാവിലെ ഇന്ന ടൈം വെച്ചിട്ട് ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ രാത്രി ഇന്ന ടൈമിൽ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ടൈം ഷെഡ്യൂളിലെ ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ LEDs കാണാൻ പറ്റും. ഈ LED എന്ന് പറഞ്ഞൊരു ഫീച്ചർ കാണാൻ പറ്റും. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫാനിൻ്റെ ലൈറ്റ് വരും, അതായത് ബ്ലൂ ലൈറ്റ് കാണാൻ പറ്റും. ആ ഒരു LEDs ഇങ്ങനെ രാത്രി കത്തിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ LED ഓപ്ഷൻ ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് നമുക്ക് സ്ലീപ്പ് മോഡ് കൊടുത്തിട്ടുണ്ട്. ഈ സ്ലീപ്പ് മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടൈം ആകുമ്പോഴത്തേക്കും, ഇപ്പം രാത്രി നമ്മൾ ഫുൾ സ്പീഡിലായിട്ട് ഇരിക്കുക, സോ നമ്മൾ രാവിലെ ആകുമ്പോഴത്തേക്കും കുറച്ച് തണുപ്പാവുന്ന സമയമല്ല, അത് ഓട്ടോമാറ്റിക്കലി ഇത് റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷം അത് സ്പീഡ് ഇങ്ങനെ കുറച്ചുകൊണ്ടേ ഇരിക്കും. അതായത് 4ലോട്ട് പോകും, അതോടൊപ്പം തന്നെ 3ലോട്ട് പോകും. സോ അത് റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലെ സ്പീഡ് കുറയുന്നുള്ളത്. സോ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സോ അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഈ റിമോട്ടിൽ കൊടുത്തിട്ടുണ്ട്. സോ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നതായിരിക്കും, പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് ഞാൻ എല്ലാം കംപ്ലീറ്റ് തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അറൗണ്ട് ഒരു 1 വീക്കായിട്ട് റിമോട്ട് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ റെഗുലേറ്റർ യൂസ് ചെയ്തിട്ടില്ല. സോ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ, കാരണം ഇതാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. സോ ഇത് വെച്ച് നമുക്ക് ആക്സ് ചെയ്യാൻ പറ്റും. വളരെ ക്വിക്കാണ്, സ്പീഡാണ്, യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസും വരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു ഫാനിന് 3 years ഓഫ് വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആറ്റംബർഗ് എന്ന് പറയുന്ന കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ റിമോട്ടിന് വാറണ്ടി കിട്ടുന്നുണ്ട്. സോ പാൻ ഇന്ത്യ വാറണ്ടി കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ നിങ്ങൾക്ക് വാറണ്ടി കിട്ടുന്നുണ്ട്. സോ ഒരുപാട് സർവീസ് സെന്റേഴ്സ് ആറ്റംബർഗിന് ഓൾറെഡി ഉണ്ട്. ആറ്റംബർഗിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും, നല്ല രീതിക്കുള്ള ഒരു ബ്രാൻഡാണ്. ഇനി ആറ്റംബർഗിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഇവിടെ സ്റ്റുഡിയോ സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന സീലിംഗ് ഫാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 കളർ വേരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് എർത്ത് ബ്രൗൺ ആൻഡ് മാർബിൾ വൈറ്റ് എന്ന രീതിയിലുള്ള 2 കളർ വേരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് വേണ്ട കളർ എടുക്കാം. പ്രോഡക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം താഴെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് 2 കളർ വേരിയൻസ് കാണാൻ പറ്റും. ഈ ഫാൻ എന്നല്ല, വേറെ ഫാനും കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫാൻ ബൈ ചെയ്യാവുന്നതാണ്. ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ആമസോൺ ബൈ നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം എനിക്ക് ഒരു ഫാൻ്റെ പ്രൈസിങ് ആനിലേക്ക് നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓഫേഴ്സിങ് ആനിലേക്ക് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. സോ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫാൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫാൻ തന്നെയാണിത്. അതോടൊപ്പം തന്നെ നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. BLDC ഫാനാണ്. നമുക്ക് കറണ്ട് ബില്ല് നല്ല രീതിക്ക് ലാഭിക്കാൻ പറ്റും. സോ അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫാനാണ്. എസ്പെഷ്യലി നിങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ, സ്റ്റുഡിയോ ഫാൻ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.